ഇന്നെനിക്ക് അത്ര വലിയ പണിയൊന്നുമുള്ള ദിവസമൊന്നും അല്ലായിരുന്നു. കാരണം ഇന്നലത്തെ കറികളും എല്ലാം മിച്ചമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറിയും മാത്രം വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അതെടുത്ത് അങ്ങ് ആ ഉള്ള മാവിന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം സാമ്പാർ ഉള്ളതുകൊണ്ട് ദോശയും സാമ്പാറും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഞാൻ ദോശ ഉണ്ടാക്കി. ആകെ 5-6 ദോശയ്ക്കുള്ള മാവേ ഉള്ളായിരുന്നു, അത് മതിയായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങനെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞാൻ ഓർത്തു ഒരു മുട്ട തിളപ്പിച്ചത് ഉണ്ടാക്കാമെന്ന്. നിങ്ങൾക്കൊക്കെ അറിയാമോ മുട്ട തിളപ്പിച്ചത് ഉണ്ടാക്കാനായിട്ട്? ഞങ്ങളിവിടെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാട്ടോ അത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും മടിയായിരിക്കും അല്ലേ മഴയത്തൊക്കെ എഴുന്നേൽക്കാനായിട്ട്? എനിക്ക് മടിയാട്ടോ, ഞാനുള്ള സത്യം തുറന്നു പറയാമല്ലോ. പിന്നെ അപ്പോൾ കുട്ടികളുടെ കാര്യമൊക്കെ പറയണോ? അവർക്കൊക്കെ രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയായിരിക്കും. രാവിലെ നല്ല മഴയാണല്ലോ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ. ഭയങ്കര തണുപ്പും നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് എല്ലാ അഭിപ്രായങ്ങളും എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ ദോശയൊക്കെ എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അതേ പുറത്ത് മഴ കണ്ടോ? നല്ല അടിപൊളി മഴയാണ്. നല്ല രസമുണ്ട് കണ്ടു നിൽക്കാനായിട്ട്. പക്ഷേ എനിക്ക് സമയമില്ല. അപ്പോൾ ഞാനിതേ മുട്ടക്കറി വെക്കാൻ പോവുകയാണ്. മുട്ടക്കറിക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. അതേ ഇത്രയും സാധനം മതി. ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു സവാള, 2 മുട്ട, ഇത്രയും മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. അപ്പോൾ സവാളയും ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. അത് ഒരുപാട് അരയേണ്ട, ഒന്ന് അരച്ചെടുത്താൽ മതി. എന്നിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ വെള്ളമയം എല്ലാം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മതിയാവും മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും മതിയേ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതൊരു ഗ്രേവി പോലെ ആവും. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് മുട്ട വേകാനുള്ള ഒരു വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 2 മുട്ടയാണല്ലോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 2 മുട്ടയ്ക്കുള്ള വെള്ളം മതി. എന്നിട്ട് അത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. എന്നിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ആ മുട്ട ഒരു വശം ഒന്ന് കട്ടിയായി വരുമ്പോൾ നമ്മൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ. അതിൻ്റെ മുട്ടയുടെ ആ മഞ്ഞക്കരു അല്ലെങ്കിൽ വേവില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതേപോലെ ആകുമ്പോൾ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മുട്ട തിളപ്പിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ മോൻ എന്തായാലും എല്ലാം റെഡിയായി, അവൻ സ്കൂളിൽ പോകാൻ ഇറങ്ങി. നല്ല മഴയായതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഗേറ്റൊന്ന് കൂട്ടാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. നല്ല അടിപൊളി മഴയാണ്. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ആ ഗേറ്റ് പൂട്ടിയിട്ട് ഓടിയത്. എങ്ങനെയെങ്കിലും ഓടി അകത്തേക്ക് കയറിയാൽ മതിയെന്നായിപ്പോയി, കാരണം കുടയില്ലായിരുന്നു.